ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ടിന് പോവാണ്. ഊബർ ഓട്ടോ വന്ന് അപ്പോൾ ഞാൻ ഊബർ ഓട്ടോ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് പോവാണ്. നേരെ നമ്മളുടെ കോസ്റ്റ്യൂം അന്ന് മോഡൽ വന്നിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. ലഗേജൊക്കെ എടുക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ചേച്ചി തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ലഗേജൊക്കെ ആയിട്ട് ചേച്ചിയുടെ മേളിൽ അവർ 4th ഫ്ലോറിൽ അവിടെ പോയി പിന്നെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചിറക്കി കൊണ്ടുവരാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ലൊക്കേഷനിലേക്ക് ഊബർ ടാക്സി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം എടുത്ത് ടാക്സിയിൽ വെച്ച് പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ചെറായിൽ അവിടെയായിരുന്നു നമ്മളുടെ ലൊക്കേഷൻ വരുന്നുണ്ടായിരുന്നത്. എടശ്ശേരി സീ ലൈൻ വില്ലേജ് സ്റ്റേ ആയിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടോ സൺസെറ്റ്. ബാക്കിൽ ബീച്ചാണ്, അതുപോലെ ഫ്രണ്ടിൽ കായൽ ആണ് വരുന്നത്. നമ്മളുടെ കംപ്ലീറ്റ് ഷൂട്ടും അവിടെ തന്നെ ആയിരുന്നു. അവിടെ ചെന്ന് അവിടെ ഉള്ളവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സഹകരണമായിരുന്നു. പിന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവച്ചു. നമുക്ക് ആക്ച്വലി 2 മോഡലിനെ വെച്ചിട്ട് 3 ഷൂട്ടാണ്, 3 ലുക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആളധികം നമ്മുടെ ക്രൂ അധികം ഉണ്ടായിരുന്നു. 2 മോഡലും കാര്യങ്ങളും ആയിരുന്നുകൊണ്ട് പക്ഷേ നമുക്കതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഷൂട്ടിനൊക്കെ ആയിരുന്നുണ്ട് റൂം ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാൽക്കണി എന്നുള്ള വ്യൂ നേരെ നമ്മൾ കായലിലേക്കാണ്. പിന്നെ താഴെ തന്നെ പൂള് വരുന്നുണ്ട്. ഇവിടെ ചെറായിൽ വരുന്നവർക്ക് എന്തായാലും അത്രയും നമുക്ക് ഇഷ്ടപ്പെടും. ആ ഒരു ആംബിയൻസും കാര്യങ്ങളും അവരുടെ സപ്പോർട്ടാണെങ്കിലൊക്കെ അത്രയും ഇതാണ്. ഞാനിവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ വരുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ ചെയ്തതാണ്. ഞാൻ അപ്പോൾ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഫ്രഷായി വർക്ക് തുടങ്ങാനുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ മോഡൽ അവിടെ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ആളോട് റൂം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളിപ്പോൾ എത്തും. അങ്ങനെ നമ്മളുടെ മോഡൽ വന്നിട്ടുണ്ട്. ആള് ഭദ്ര. ആദ്യമായിട്ടാണ് ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ബിഫോർ റീലിനുള്ള ഓരോന്ന് എടുത്തു വെക്കുന്നതാണ്. രണ്ടുപേരും പ്ലാൻ അനുസരിച്ച് കുറേയൊക്കെ ചെയ്ത് ആക്ച്വലി കുറേയൊക്കെ ആഫ്റ്റർ സീൻ എടുക്കാനായിട്ട് നമ്മൾ മറന്നുപോയി. പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾക്ക് ശരിക്കും ഞാൻ ആക്ച്വലി അന്നാണ് ആളെ കാണുന്നത്, പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല കുറേ ജോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് മുമ്പോട്ട് പോയി.
നമ്മൾക്ക് പിന്നെ ഷൂട്ട് വൈകുന്നേരമാണ് ഉണ്ടായിരുന്നത്. നമ്മളെ ഫോട്ടോഗ്രാഫർ ടീമിന് വേറെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൗൺ ചേച്ചിയുടെ അടുത്ത് നമ്മൾ വാങ്ങുന്ന മരിയ വെഡ്ഡിങ് സെൻറ്ററിൻ്റെ അവിടെ ഇതിൻ്റെ മാത്രമല്ല ലെഹങ്കാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഫോർഡബിൾ റേറ്റിലാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർക്കും പറയാം. പിന്നെ തംബ്നെയിൽ കൊടുത്തിട്ടുള്ളത് പോലെ തംബ്നെയിൽ വെറുതെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതല്ല. മോഡലിങ്ങിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് നമ്മളിപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഹിന്ദു ബ്രൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റയും അല്ലെങ്കിൽ എൻ്റെ നമ്പറും കൊടുക്കാം. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ മതി, നമ്മൾ നോക്കിയിട്ട് അത് ചെയ്യാം. അതുപോലെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നിപ്പോൾ നമ്മൾക്കപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ്സ് ആ നൈറ്റ് വ്യൂ ആണ് കിട്ടിയത്. കാരണം നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ഡിലേ വന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോഗ്രാഫേഴ്സിന് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ നമുക്ക് 2 പേരുണ്ടായിരുന്നതുകൊണ്ട് മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ. ഡിലേ ആയിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരും സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ബാക്കിയുള്ളവരും ബ്രൈഡലിനെ കാര്യങ്ങളൊക്കെ കണ്ട് അവരും ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ആൾ മൈക്കൽ ജാക്സൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് അവൾ അതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഹെയർ സ്റ്റൈലിൻ്റെ ലാസ്റ്റ് ഇതെത്തിയേക്കാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേനെ പൂൾ സൈഡിലാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ നൈറ്റ് വ്യൂ കറക്റ്റ് വീഡിയോസും കാര്യങ്ങളും എടുത്ത് നമ്മൾ നെക്സ്റ്റ് ബ്രൈഡിൻ്റെ ഇതിൽ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത്. ലാസ്റ്റത്തെ ഒരു ടച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മോഡലിനായിട്ട് നമ്മൾ താഴത്തേക്ക് ഷൂട്ടിന് വേണ്ടി പോകുന്നതാണിത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ബ്രൈഡിൻ്റെ കംപ്ലീറ്റ് ആദ്യം തന്നെ മറ്റേ ആളുടെ കഴിഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റേ ബ്രൈഡിൻ്റെ